ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ശീമച്ചക്ക കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശീമച്ചക്ക നമുക്ക് ബീഫ് എങ്ങനെയാണ് കറി വയ്ക്കുന്നത് അതേപോലെ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതിൻ്റെ പകുതി ഞാനെടുത്ത് മുറിച്ച് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇനി അരിയണം. പിന്നെ 2 സവാള, 2-3 പച്ചമുളക്, തേങ്ങ, പിന്നെ ഇതിന് വേണ്ടുന്ന മസാലകളുണ്ട്. അപ്പം ഇത് ആദ്യം ഞാനൊരു സ്ക്വയർ കണക്ക് അരിഞ്ഞ് സവാളയും ചീമച്ചക്കയും കൂടെ അരിഞ്ഞുകൊണ്ട് വരാം. പിന്നെ തേങ്ങ നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് തേങ്ങ. ഈ ശീമച്ചക്ക കൊണ്ട് പല വിഭവങ്ങളുണ്ടാക്കാം. ശീമച്ചക്ക തോരനുണ്ടാക്കാം, ശീമച്ചക്ക തീയലുണ്ടാക്കാം, പിന്നെ ഇത് വറുക്കാനൊക്കെ നല്ല രുചിയാണ് വറുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ബീഫ് കറി കണക്ക് ശീമച്ചക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ശീമച്ചക്ക മസാല വയ്ക്കുന്നതിനായിട്ട് എല്ലാം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശീമച്ചക്ക കണ്ട് സ്ക്വയറായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, കണ്ടോ. നല്ല വിളഞ്ഞത് നോക്കി എടുക്കാവൂ. ഒരു ഇടത്തരം ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തീരെ പൊട്ടാവരുത്. കറിവേപ്പില, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. ശീമച്ചക്ക മസാലയ്ക്ക് വേണ്ടി ചട്ടി നമ്മൾ അടുപ്പിലോട്ട് വെച്ചു. ഇത് ഇനി സ്റ്റൗ ഓണാക്കി കത്തിക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കടുക് ഇടാം. കടുക് പൊട്ടി ഇനി 2 വറ്റൽമുളക് ഇടാം. അത് കഴിഞ്ഞ് കറിവേപ്പില ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടാം. സവാള, പച്ചമുളകും. പച്ചമുളകും ഈ തേങ്ങായും കൂടെ ഇടാം. ഇനി ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, 2 വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. പിന്നെ അത്ര ഇട്ട് വഴറ്റിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1, 2, 3 സ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂണിൽ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. കുറച്ച് കുരുമുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരിഞ്ഞ് തയ്യാറാക്കി വെച്ചേക്കുന്ന ശീമച്ചക്ക ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. ശീമച്ചക്ക വെന്ത് കിട്ടണ്ടേ, അതിനായിട്ട്. പെരിഞ്ജീരകം പൊടിച്ചത്, ഇതൊരു മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ആവിയും കൂടെ ആവുമ്പോഴത്തേക്ക് അങ്ങ് വെന്തോളും. മൊത്തം തിളയ്ക്കുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് അടുക്ക് പിടിക്കുന്നുണ്ട്. ചീനച്ചക്കയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കും.
നല്ല വിളഞ്ഞതായതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. തീ കുറയ്ക്കാം നമുക്ക്. വെള്ളം പോരാത്തതാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. തീയൽ വയ്ക്കാൻ നല്ല രുചിയാണ്. തീയൽ കൊച്ചുള്ളിയും കൂടി ഇട്ട് തീയൽ വയ്ക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശീമച്ചക്ക മസാല റെഡിയായി. മസാലയുടെ മണം കേട്ടുകൊണ്ട് നമ്മുടെ ടോബി കുഞ്ഞ് ഇതാണ്ട് ഇവിടെ ബീഫാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. കണ്ടോ ടോബി? ബീഫല്ല.